നമ്മൾ വെയിറ്റ് ലോസിൻ്റെ ജേണി സ്റ്റാർട്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ ഏറ്റവും വന്ന കമൻറ്റ് എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് ഇടാൻ പറ്റും ഡെയിലി വീഡിയോ ഇടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോഴാണ് ആ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റാണ് കൂടുതൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെനിക്ക് പേഴ്സണലായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഡെയിലി ഇടാത്തത് എന്താ വെച്ചാൽ നമുക്ക് പിന്നെ വെയിറ്റിന് മറ്റ് വലിയ മാറ്റം ഉണ്ടാവില്ല. പിന്നെ അതിങ്ങനെ ഇട്ടിട്ട് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആഴ്ചയിൽ ഒരിക്കലാവുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരാതിരിക്കില്ലല്ലോ. പിന്നെ വെയിറ്റൊക്കെ സ്റ്റെക്കാണ് സമയത്ത് നമുക്കതിൻ്റെ ഒരു ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ മാറ്റമൊക്കെ വരുത്താം. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ ഞാൻ എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ കരുതി നമുക്ക് വെയിറ്റ് ലോസിൻ്റെതായിട്ടുള്ള ഒരു 2 വീഡിയോ ഇടാം. ഒരു ആഴ്ചയിൽ നമുക്കൊരു 2 വീഡിയോ ഇടാമെന്നുള്ള ഒരു പ്ലാനിലാണ് പിന്നെ അങ്ങനെ കരുതി കേട്ടോ. അപ്പം തിങ്കളാഴ്ചത്തെ പിന്നെ വീഡിയോ ഇട്ടിട്ട് പിന്നെ വ്യാഴാഴ്ച വീഡിയോ എടുത്ത് ഞാൻ വെള്ളിയാഴ്ച അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ ഒരു 4 ദിവസം ഗ്യാപ്പ് വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു വെയിറ്റിൽ ചെറിയൊരു വേരിയേഷൻ വരും. അപ്പോൾ വെയിറ്റൊക്കെ കാണിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഇന്നങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ടാക്കിയിട്ടത് വ്യാഴാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. നമ്മൾ രാവിലെ അതിന് വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ഏതായാലും ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. വെയിറ്റ് കണ്ടിട്ട് പിന്നെ എന്തായാലും വീഡിയോ മുഴുവൻ കാണാതെ ഇറങ്ങിപ്പോകുന്നൊരു ഡൗട്ട് കൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇടുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പത്തിന് മാവ് അരച്ചിട്ടുണ്ടായിരുന്നത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള അപ്പമാണ് കേട്ടോ. ഈസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള അതാണ്. നമ്മൾ ഉഴുന്നോ ഒന്നല്ലാത്ത പാലപ്പത്തിന് അരച്ച് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കറിക്ക് ഇതാ ഗ്രീൻ പീസ് വേവിച്ചും വെച്ചിട്ടുണ്ട്. നമ്മൾ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതുമ്മു ഏകദേശം എത്താനാവുമ്പോഴാണ് നമ്മൾ തൂമിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. ഓക്ക് മദ്രസ വിട്ട് വന്നിട്ട് ഓക്ക് കൊടുക്കാനാവുമ്പോൾ പിന്നെ അപ്പത്തിന് എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴാണ് സാധാരണ ചുടാറുള്ളത്. അപ്പം കൂടെ കറിയാണ് വേഗം സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ കറി നമ്മൾ ആദ്യം മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ഉപ്പ് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതായിരുന്നു. ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് ഇച്ചിരി ഗരം മസാലയും പിന്നെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടി ഒരു ടേസ്റ്റൊക്കെ കൂടുമല്ലോ. ഒന്ന് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കറിവേപ്പിലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാ നമ്മൾ അരിക്ക് ഈ ഒരു വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് കറി അങ്ങോട്ട് റെഡിയാക്കി വെച്ചു. ഇനി ഇതുമൊക്കെ വന്നിട്ടോ ഉളപ്പം വന്നിട്ടൊക്കെ നമുക്ക് ദോശയൊക്കെ ചുട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഏതായാലും ഇതാ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പ് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളം നമ്മളുണ്ടല്ലോ ഒന്നായിട്ട് ഇങ്ങോട്ട് വലിച്ച് 2-3 ഗ്ലാസ് ഒരുമിച്ച് ഇങ്ങോട്ട് വലിച്ച് കുടിക്കുന്നത് അങ്ങനെ നല്ലതല്ല. നമുക്ക് കുറേശ്ശെ ഇങ്ങനെ. അപ്പം ഞാനൊരു കപ്പിൽ വെച്ചാൽ ഓരോ മുറുക്കും അങ്ങനെ കുടിച്ചത് ഒരു 10 മണി വരെ ആ ഒരു കപ്പ് തന്നെയാണ് കുടിച്ച് തീർക്കാറുള്ളത് കേട്ടോ. പിന്നെ അവിടെ വലിയ ആ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കും 2 ലിറ്ററിന്. അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതാ നമ്മൾ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇതുമൂന്ന് ആദ്യം കൊടുക്കുക. ഓളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം സ്കൂളുണ്ടല്ലോ മദ്രസ ഇട്ട് വന്നിട്ട് പിന്നെ വലുതായിട്ടൊരു സമയമൊന്നും ഉണ്ടാവില്ല. ഫുഡൊക്കെ കഴിച്ചോളൂ ടൈം ടേബിളൊക്കെ നോക്കി വെച്ച് യൂണിഫോമൊക്കെ ഇടുമ്പോൾ തന്നെ പോകാനുള്ള ടൈം ആവും. ഒക്കെ ഒരു 2-3 അപ്പമൊക്കെ ചുട്ട് കൊടുത്തു. പിന്നെ മൂപ്പര് വന്നിട്ടാണ് മൂപ്പർക്ക് ചുടുന്നത് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് ചൂടോടുകൂടി കിട്ടണമല്ലോ. അങ്ങനെ പിന്നെ ഇതുമൂന്ന് കൊടുത്തു. ഒരു കപ്പ് ചായ ഒക്കെ ഉണ്ടാക്കി ഉള്ളോട് ഒരു കുശലാന്വേഷണങ്ങളൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ മൊക്കനെയും മുടിയൊക്കെ ഒന്ന് വാർന്നു കൊടുത്തു. മൊക്കനെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. സ്കൂൾക്ക് പോകുമ്പോൾ നമുക്ക് ഈ പിന്നെ മൊക്കനെ കുത്തിയിട്ട് നല്ല നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അലർജീൻ്റെ ഗുളികയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓരോരോ കുരുത്തക്കേട് നോക്കിയത് മുന്നേ അടങ്ങി പിന്നെ നിൽക്കത്തില്ല കേട്ടോ. 10-11 വയസ്സായെന്നേ ഉള്ളൂ. ആ ഒരു കുട്ടിത്തെ ഇതുവരെ കുതിരള്ളി ഇതുവരെ മാറിയിട്ടില്ല. അവളിങ്ങനെ കൈകൊണ്ട് നീട്ടി കാണിച്ചത് എന്താ വെച്ചാൽ എനിക്ക് ഉണ്ടാക്കി തന്ന എൻ്റെ ഹെഡ്സെറ്റ് ഇടാനുള്ള ഒരു കുഞ്ഞി ബാഗാണ്. അങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നീട്ടി കാണിച്ചു തന്നത് കേട്ടോ. വലിയ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. പിന്നെ വീഡിയോ ഓണാക്കിയിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചതാണ്. ഓൾ റെഡി ആക്കിയിട്ട് ഞാൻ ഓളെ ഫ്രണ്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയതാണ്. പിന്നെ ഓൾ വന്നപ്പോൾ 2 ആളും കൂടി ഇതാ പോയി കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വരുന്നത് ഞാൻ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഈ നേരം തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ മൂപ്പര് വരുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ ഒരു 5 മിനിറ്റൊക്കെ നിന്ന് അപ്പോഴും തന്നെ വന്നു കേട്ടോ. വന്ന ശേഷം പിന്നെ ഞാൻ വേഗം മൂപ്പർക്കുള്ള ദോശയും ചൂടാണ് അപ്പം ചൂടാണ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഇവിടെ ആരായാലും ഇതുമ്മായാലും നീനായാലും ഒക്കെ അപ്പം ഇങ്ങോട്ട് ചുട്ട് കിട്ടണം. ദോശയായാലും ഇങ്ങനെ അപ്പമൊക്കെ ആയാലും കേട്ടോ. അപ്പോൾ മൂപ്പർക്കുള്ളത് ചുട്ടു. ഞാനിതാ ഹെഡ്സെറ്റൊക്കെ ഊരി എടുക്കുന്നുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കറണ്ട് രാവിലെ 9 മണിക്ക് പോയി, ഇനി വൈകുന്നേരം വരുള്ളൂ എത്രയോ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ കറണ്ട് ഒന്ന് പോയപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അന്തം വിട്ടിടുക. കുറച്ച് നേരം 10-15 മിനിറ്റായി പോയിട്ട് പിന്നെ മൂപ്പര് വന്ന് ഫോൺ നോക്കിയപ്പോഴാണ് പിന്നെ KCBന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, വൈകുന്നേരമേ വരുള്ളൂ എന്നും പറഞ്ഞിട്ട്. അതാണ് ഈ ഇരുട്ടൊക്കെ കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് കറണ്ട് അടുപ്പുമ്മൽ ചായ ഉണ്ടാക്കാതെ അതാ എനിക്കുള്ള ചായ ഗ്യാസുമ്മലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. മൂപ്പർക്ക് കൊടുത്തിട്ടുണ്ട്. മൂപ്പര് ഈ നേരെ രാവിലെ കട്ടൻ ചായ കേട്ടോ കുടിക്കുക. എനിക്ക് ഈ ഒരു ചായ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ ഒരു കുഴപ്പമുണ്ടാവും. ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല. അതാ ഞാൻ ഒരു അരക്കപ്പ് പാലിൽ അരക്കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇതാ ചായ ഉണ്ടാക്കുന്നത്. നമ്മൾ ചായപ്പൊടിയും പഞ്ചസാര ഇച്ചിരി ഇടാറുള്ളൂ കേട്ടോ. നമ്മൾ ഇടുന്നത് പിന്നെ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. അത്രയും കുറച്ച് മധുരമാണ് ഞാൻ ഇടാറുള്ളത്, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്നും എനിക്ക് രാവിലെ സത്യം പറഞ്ഞാൽ ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞതും ഞാൻ രാവിലെ മുട്ട കഴിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇതാ ഈ ഗ്രീൻ പീസിൻ്റെ കറി കണ്ടപ്പോൾ എനിക്ക് അത് കഴിക്കാനാണ് കേട്ടോ തോന്നിയത്. നമുക്ക് അത് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഇച്ചിരി ഇതാ കുഞ്ഞി പാത്രത്തിൽ എടുത്തിട്ട് ചായ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വെയിറ്റൊക്കെ സ്റ്റക്കാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നതിൽ ചെറിയ മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു. ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ പോട്ടെ. എനിക്ക് രാവിലെ ഫുഡിന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് കേട്ടോ. എപ്പോഴും പറയാറുണ്ട് രാവിലെ കഴിക്കുന്നതാണ് നല്ലത്. എനിക്ക് പിന്നെ ഈ ഒരു ചായ കിട്ടിയാൽ ഉച്ച വരെയുള്ള എൻ്റെ പരിപാടികളൊക്കെ അതിന്മേൽ തന്നെ പോകും. അതുകൊണ്ട് അങ്ങനെ വലിയ ആവശ്യമില്ല. പക്ഷേ ചിലർക്ക് അങ്ങനെ ആവില്ലല്ലോ, രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുട്ട കഴിക്കാം, വേണമെങ്കിൽ ഒരു ദോശയൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അല്ല, രാവിലെ എനർജി കിട്ടണമെങ്കിൽ അത് വേണമല്ലോ. നിങ്ങൾ അത് വേണ്ടാത്തതുകൊണ്ടാണ്. എനിക്ക് ചായ കുടിച്ചാൽ തന്നെ ഞാൻ ഫുൾ എനർജിയാണ്. അപ്പോൾ അത് പിന്നെ ഞാൻ അത് കുടിച്ചിട്ട് അങ്ങോട്ട് ക്ലീനിങ് പരിപാടിക്ക് ഇറങ്ങി. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഞാൻ വ്യാഴാഴ്ചയാണ് ഞാൻ ഇങ്ങനെയുള്ള ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാറുള്ളത്. ഒന്ന് ഡീപ്പായിട്ട് മാറാല തട്ടുക, പിന്നെ സോഫയൊക്കെ ഒന്ന് നീക്കി അടിച്ചു വാരുക, ജനവാതിലൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നിട്ടിട്ട് ഒന്ന് അടിച്ച് തട്ടിക്കുട്ടതാക്കുക. ഇങ്ങനെയുള്ള മഴ ആയതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ജനവാതിലൊന്നും അങ്ങനെ തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ മാറാലും കാര്യങ്ങളൊക്കെ തട്ടി ഞാൻ അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ചെയ്യാം എന്നിങ്ങനെ വിചാരിക്കും. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച, അധികം വ്യാഴാഴ്ച നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പുറത്ത് പോകേണ്ടി വരികയെ വീട്ടിൽ നിൽക്കാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രം വെള്ളിയാഴ്ച. അങ്ങനെ ഈ ഒരു 2 ദിവസങ്ങളിലാണ് ഞാൻ ഇങ്ങനെയുള്ള മാറാല തട്ടുന്ന ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു കഷ്ണം നനച്ച് കൊണ്ടുവരും, എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് തുടക്കും. അതൊക്കെ ഈ ഒരു ദിവസമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ മൂപ്പരതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ബീഫ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ. അപ്പോൾ ഇന്നത്തേക്കും ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയല്ല, അപ്പോൾ 1 കിലോ വാങ്ങി നമുക്ക് 2 ദിവസം കിട്ടുമല്ലോ. അപ്പോൾ 2 ദിവസം അങ്ങോട്ട് ബീഫ് ആക്കാമെന്ന് വിചാരിച്ചു. മീനൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. കിട്ടുന്ന മീനാണെങ്കിൽ പെരും പൊന്നിൻ്റെ വിലയാണ്. അപ്പോൾ ബീഫ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ മാറാല തട്ടിലവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനി റേഷൻ കടയിലേക്കും കൂടി പോകണം. നമ്മൾ ഈ മാസത്തെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാനുള്ള പോക്കൊക്കെയാണ് മൂപ്പര്. അപ്പോൾ ബില്ലൊക്കെ അങ്ങനെ കാണിച്ചു തരികയാണ്. പാലിനും ഇപ്പോൾ വില കൂടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആ പാലൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ കാര്യമായിട്ട് ഇവിടെ ചായ ഉണ്ടാക്കി കുടിക്കും. എനിക്കാണ് ഈ പാലിൻ്റെ ഒരു ചിലവ് കിട്ടും. ഞാനൊരു 2 ഗ്ലാസ് ചായ കുടിക്കുമല്ലോ. നമ്മൾ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 3 ഗ്ലാസ് വരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൊതി വരും കേട്ടോ. അങ്ങനെ ഒന്നും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി കുടിക്കും. ഇപ്പോൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചാലും വൈകുന്നേരം ഒരു 1/2 കപ്പ് കുടിക്കാറുള്ളൂ. അങ്ങനെ നമുക്ക് കുറച്ച് ഒരു ചായമ്മൽ രാവിലെ മാത്രമുള്ള ഒരു ചായമ്മലാക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. നടന്നാൽ മതിയായിരുന്നു. ഏതായാലും മൂപ്പര് പിന്നെ റേഷൻ കടയ്ക്ക് പോയ സമയത്ത് ഞാൻ എന്താ ബാക്കി അടുക്കളയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തട്ടി, പിന്നെ നമ്മുടെ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ തട്ടി. ഈ ഭാഗത്തൊക്കെ കുറേശ്ശെ മാറാല വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഈ കിച്ചണിൻ്റെ പണി നടത്തിയ സമയത്ത് ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് പെയിൻ്റ് അടിച്ചതുകൊണ്ട് ഇവിടെ നല്ല വൃത്തിയാണ് കേട്ടോ. മറ്റൊടത്തൊക്കെ ആകെ ഐറൂസ് കുത്തി വരച്ച് പെൻസിലുകൊണ്ടും പെന്നുകൊണ്ടൊക്കെ ആകെ വരച്ച് രപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇനി ഒരു എന്താ പറയുക, വരക്കാൻ പാടില്ല എന്ന് അത് മനസ്സിലാവണവരെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓന് മനസ്സിലാകുമ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാം എന്ന പ്ലാനിലാണ് നിൽക്കുന്നത്. എന്തായാലും ഞാൻ പിന്നെ തട്ടിക്കൂട്ട് കഴിഞ്ഞ് അടിച്ച് വാരുന്നതിന് മുന്നേ ജസ്റ്റ് ബീഫ് ഒന്ന് കഴുകി ഊറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഊറ്റി വെച്ചിട്ട് അടിച്ച് വാരി തുടക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അപ്പോഴേക്ക് വെള്ളമൊക്കെ ഊറി നിന്നോളുമല്ലോ, പിന്നെ നമുക്ക് വേഗം ബീഫ് വെച്ചാൽ മതിയല്ലോ വിചാരിച്ചു. അതാ നന്നായിട്ട് 2-3 പ്രാവശ്യം തന്നെ കഴുകുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്തിട്ട് തന്നെ കിട്ടും കേട്ടോ. ആദ്യമൊന്നും നമുക്ക് കട്ട് ചെയ്തിട്ടല്ലായിരുന്നു വലിയ വലിയ പീസായിട്ട് എനിക്ക് കിട്ടാറുള്ളത്. ഇപ്പോൾ പിന്നെ കട്ട് ചെയ്ത് കാണാൻ തന്നെ കിട്ടുന്നതുകൊണ്ട് സുഖമാണ്. നമുക്ക് വേഗം കഴുകി എടുത്താൽ മതി. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ബീഫ് വാങ്ങുമ്പോൾ നല്ല ബീഫ് നോക്കി കിട്ടും കേട്ടോ. നല്ല ഇളയ ഇറച്ചി, നല്ല ടേസ്റ്റുള്ള ഇറച്ചിക്കാണ്. എല്ല് വരെ കട്ട് ചെയ്ത് നമുക്ക്
ഈ ഇറച്ചിൻ്റെ ഒപ്പം വേവിക്കുന്ന എല്ലാവർക്കും അത് കടിച്ച് തിന്നാൻ പറ്റുന്ന ടൈപ്പുള്ള എല്ലൊക്കെയാണ് ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ 3-4 പ്രാവശ്യം കഴുകി പിന്നെ ഒന്നും കൂടി മേലെ കൂടെ ഒക്കെ ഒന്ന് വെള്ളം ഒഴുക്കി വിട്ടിട്ട് ഇതാ ഊറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ അടിച്ചു വരാനും തുടക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അടിച്ചു വാരിയപ്പോൾ എനിക്ക് പിന്നെ തുടക്കാൻ ഭയങ്കര മടി കിട്ടും. കാരണം ഇന്നലെ തന്നെ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ 2 പ്രാവശ്യമൊക്കെ നനച്ച് തുടച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അടിച്ചു വാരിയപ്പോൾ വലിയ കച്ചറ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ തുടക്കാനും നിന്നില്ല. പിന്നെ ഭയങ്കര മടി, എന്തെന്നറിയാത്തൊരു മടി കെട്ട് ഓടി വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ പിന്നെ കരുതി ഇന്നിപ്പോൾ ആരുമില്ലല്ലോ ഇവിടെ, വൃത്തികേടാക്കാനും ആരുമില്ല, ഒന്നുമില്ലാണോ. അപ്പോൾ ഞാൻ പിന്നെ നന്നായിട്ട് അങ്ങോട്ട് അടിച്ചു വാരി ഇട്ടു. അപ്പോൾ ഞാൻ അടിച്ചു വാരി കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇതാ മൂപ്പര് റേഷൻ കടയിൽ നിന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ. ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പോയപ്പോൾ നമ്മൾ പാലൊക്കെ വാങ്ങാൻ വേണ്ടി ബീഫൊക്കെ കൊണ്ടുവന്നില്ല. ആ സമയത്ത് ചപ്പാത്തിൻ്റെ പിന്നെ ഹാഫ് കുക്കഡ് പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കാരണം ഇന്ന് നമുക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഗ്യാസ് അടുപ്പുമ്മൽ ചോറ് വെക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ഇടങ്ങേറാണ് കേട്ടോ. ഇനിയിപ്പോൾ തിളപ്പിച്ച് നമ്മളെ മറ്റേ കുക്കൊക്കെ അത് ഇതിലിറക്കി വെക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ അത് ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല. ഞാൻ അധികം ഒരു തിളച്ച വേവുന്ന അരിയാണല്ലോ, അപ്പോൾ അത് അടുപ്പുമ്മൽ വെക്കും. അല്ലെങ്കിൽ കൂടുതൽ വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ അങ്ങനെ വെക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ ഇന്ന് ഞാനിങ്ങനെ ഇനിയിപ്പോൾ ഗ്യാസുമ്മൽ വെക്കണമെന്നിങ്ങനെ ചോദിച്ച് നിന്നപ്പോൾ മൂപ്പര് പറഞ്ഞു നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, എന്നാൽ അതിൻ്റെ ചപ്പാത്തി ആക്കാം, എന്നാൽ ഞാൻ ചപ്പാത്തി കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാൽ ബീഫ് വാങ്ങാൻ പോയ സമയത്ത് ഒരു ചപ്പാത്തി പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഈ റേഷൻ കടയിൽ നിന്ന് പിന്നെ ചപ്പാത്തി പൊടി നല്ല കണ്ടപ്പോൾ ഫ്രഷാണ്, പുതിയ ഡേറ്റുള്ള നല്ല പുതിയ പൊടിയാണ്, അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കി തിന്നാലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ വേഗം ബീഫ് കറിയാക്കി വെക്കുകയാണ്. ഉള്ളി വാട്ടുന്നതൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചി പിന്നെ പച്ചമുളകും ചെറിയുള്ളിയും ഒക്കെ അതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വാടിയിട്ട് പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ബീഫ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, അതുള്ളതൊക്കെ ഒക്കെ തട്ടിക്കൊട്ടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫിൽ പിന്നെ കറിവേപ്പില ഇടാഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഉലുവയും അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഉലുവൻ്റെ ഉള്ളി വാടുമ്പോൾ തന്നെ ഞാൻ ഉലുവയും വാട്ടാൻ ഇടും കേട്ടോ. പിന്നെ ഇതാ ഒക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അത് ഇച്ചിരി ഉള്ളു കറിവേപ്പില, അതുള്ളത് നന്നായിട്ട് കഴുകിയിട്ട് ഉള്ളതും അങ്ങോട്ട് വാരിയിട്ടു. അങ്ങനെ നമ്മുടെ ബീഫ് നന്നായിട്ട് ഇളക്കി നമുക്ക് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കയ്പങ്ങ പാവൊക്കെ ഉണ്ടായി, നമ്മൾ മഞ്ചേരി പോയ സമയത്ത് വരുന്നതെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഉപ്പേരിയൊക്കെ പച്ചക്കറിയൊക്കെ ഡയറ്റ് ഇല്ലേ, നമുക്ക് വെജിറ്റബിൾസൊക്കെ കഴിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ഞാൻ പയറുപ്പേരി വെച്ചു. നമ്മളത് ഈ പയറും ക്യാബേജും പിന്നെ പാവക്കയും വെണ്ടയ്ക്കയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പയർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പാവക്ക വെക്കാമെന്ന് കരുതി. ഇതാ പാവക്ക 2 എടുത്തത്, 4 ഉണ്ടായിരുന്നു. അപ്പോൾ 2 ആക്കി വച്ചാൽ മതി. കാരണം ഇവിടെ ഞങ്ങൾ 3 ആളായതുകൊണ്ട് പച്ചക്കറി പിന്നെ ഈ പാവക്കയൊന്നും ഇതുമ്പോൾ കഴിക്കൂല കേട്ടോ. പിന്നെ ഞങ്ങൾ 2 തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് 2 ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ ബീഫ് അവിടെ കുക്കറിൽ വേവുന്നുണ്ട്. ഒരു 4-5 വിസിൽ വെച്ചിട്ട് ഞാൻ തീ കുറച്ച് വെക്കും. പിന്നെ ഒരു 10-15 മിനിറ്റ് കുറഞ്ഞ തീയിൽ അങ്ങനെ വേവും. അങ്ങനെയാണ് വേവിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, ആ ഒരു ചെറിയ തീയിലിങ്ങനെ വെന്തിട്ട് ടേസ്റ്റ് നല്ല അടിപൊളിയായി കിട്ടും. അതായത് ഞാൻ ചെറുതാക്കി കയ്പങ്ങ എരിഞ്ഞിട്ട് നമ്മൾ കടുവും കറിവേപ്പിലൊക്കെ ഇട്ടു. പിന്നെ പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് ഉപ്പ് വെച്ചിട്ടിട്ട് അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെന്ത് ലാസ്റ്റ് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാൻ നിൽക്കില്ല, ആ ടൈമിൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അങ്ങനെ അതുമായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഇതാ ചപ്പാത്തിയും ബീഫ് കറിയും കയ്പങ്ങ ഉപ്പേരിയൊക്കെയാണ് കേട്ടോ. അടിപൊളിയല്ലേ. പിന്നെ തൈര് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൂപ്പര് പള്ളിയിൽ പോയപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ ലൈം ജ്യൂസ് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ അങ്ങോട്ട് വെള്ളം കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ വലിച്ചു കുടിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇനി വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഞാൻ ലൈം ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്, വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്. ഇനി ബദാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് വൈകുന്നേരം ഓട്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വാങ്ങുന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ സെറ്റപ്പാക്കി കൊണ്ടുവരാം. നമ്മൾ എന്തായാലും തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ ഇതിനൊരു ഒരു തീരുമാനമാക്കിയിട്ട് നിൽക്കുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇച്ചിരി നമ്മൾ ഇഷ്ടമുള്ള ഫുഡൊക്കെ നമ്മൾ ഇച്ചിരി അളവ് കുറച്ച്
കുറച്ച് നമുക്ക് എന്താ പറയുക ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം നമ്മൾ ഏതെങ്കിലും ഫുഡ് നമുക്ക് ഒഴിവാക്കിയാൽ എന്താ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ചായ ആയാലും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ചായ ഒഴിവാക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഒഴിവാക്കാൻ നമ്മൾ മെനക്കെട്ട ഒരാഴ്ച അങ്ങോട്ട് കുടിക്കാതെ എന്നാൽ ഒഴിവാവും. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ട ലൈഫിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ചായ ഒഴിവാക്കാത്തത് കേട്ടോ. ഇതും വന്നതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി ചൂടാക്കി ഓക്കുള്ളത് ബീഫ് കറിയൊക്കെ ഒഴിച്ച് കൊടുത്തു. കയ്പ്പങ്ങ ഉപ്പേരി ആയതുകൊണ്ട് ഓള് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പരും വന്നിട്ടുണ്ട്, പള്ളിക്കന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പർക്കും ഫുഡ് അവിടെ എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാനിരുന്നത്. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഒരു ചായമലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ പരിപാടികളൊക്കെ എടുത്തത് ആ ചായ കുടിച്ചിട്ടാണ്. ആ ചായക്ക് അത്രയും ഒരു പവറുണ്ട് മക്കളെ. ആ ചായ കുടിച്ചതിന് എനർജിയോടെയാണ് അതായത് പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് 1 മണി 1:30 ആയപ്പോഴാണ് നല്ല രീതിയിൽ വിശപ്പ് എടുക്കുന്നത്. അപ്പോൾ ആ നേരം കൊണ്ട് കഴിക്കാൻ 2 മുട്ടയും കൂടി പൊരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലത്തെ അപ്പം ഉണ്ടായിരുന്നു. ആ അപ്പം എനിക്ക് ഈ ഒരു ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നെടുത്തു. ഒന്നില്ലെങ്കിൽ 2 ചപ്പാത്തി കഴിക്കണം, അല്ലെങ്കിൽ 2 അപ്പം കഴിക്കണം. അപ്പോൾ അതിന് ഒരു അപ്പം എടുത്തു, ഒരു ചപ്പാത്തി എടുത്തു. നല്ല രണ്ടും ആയല്ലോ, രണ്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാലോ. അപ്പം കുറച്ച് രാവിലത്തെ ഗ്രീൻ പീസിൻ്റെ കറി എടുത്തു, കുറച്ച് ബീഫ് എടുത്തു, പിന്നെ കയ്പ്പക്ക ഉപ്പേരികൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഹെവി ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ ആ രാവിലെ ഉണ്ടല്ലോ നല്ല കടലക്കറിയും അപ്പവും ഒക്കെ ചുട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മൾ കഴിക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ടാസ്ക്കാണ്. പക്ഷേ എനിക്ക് രാവിലെ അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളെന്ത് ചെയ്യുക, രാവിലെ ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഒരപ്പമൊക്കെ കഴിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഇച്ചിരി കഴിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അങ്ങനെ ഞാനിതെല്ലാം അടിപൊളിയായിട്ട് കഴിച്ചു. ഇതും റെഡിയൊക്കെ ആയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് മാറ്റി നോക്കും. പിന്നെ അധികം നേരം ഉച്ചയ്ക്ക് വല്ല ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വന്ന് ഫുഡ് കഴിക്കാൻ പോവുക, അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. എന്നാലും അവൾ വന്ന് പോയാലും ഒരു സമാധാനമാണ്. അവളൊക്കെ ചിലപ്പോൾ പറയാം അവിടുന്ന് കഴിക്കട്ടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ പിന്നെ ഇവിടുന്ന് വന്ന് പൊയ്ക്കുമോ എന്ന് പറയും. അങ്ങനെ അതേതാണ് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ ഒരു ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ്. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെറുതെ അന്തം വിട്ട് കുന്തം പോലെ കിടക്കുന്നു. ഫോണിലും ചാർജില്ല, പിന്നെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇതിൽ കിടക്കുന്നു. കിടത്താൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഉച്ചയ്ക്ക് ജോലിക്ക് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് വൈകുന്നേരം അവൽ കുഴച്ച് വെക്കണ്ടി, ശർക്കരയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഞാൻ ഇതുമൂലം കൊണ്ട് ശർക്കരയൊക്കെ കൊണ്ടിരിപ്പിച്ചു. പിന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവലും തേങ്ങയൊക്കെ ഇട്ടെടുത്ത് ഇതും വന്നതിന് ശേഷമുള്ള ഒരു കലാപരിപാടിയാണിത്. ഒരു 4:30 5 മണി ആ ഒരു സമയത്താണ് കേട്ടോ. നമ്മൾ 6 മണിയോട് കൂടി ഫുഡടി നിർത്തുമല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇന്നിപ്പോൾ അവൽ കഴിക്കൽ ഇച്ചിരി അത് കഴിക്കാൻ കരുതി ഇന്ന് അതും കൂടിയാണ് കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഞങ്ങളുടെ നിർത്താൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചത്. ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. ഇച്ചിരി എല്ലാതും കഴിച്ചിട്ട്. പക്ഷേ ഇന്ന് മുട്ട ഞാൻ കഴിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞവർ ഒരു 2 മുട്ടയെങ്കിലും ഡെയിലി കഴിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഉച്ചക്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മടി, ഭയങ്കര വിശപ്പ് പോയപ്പോൾ ഒരപ്പം ദോശയൊക്കെ എടുത്ത് കഴിച്ചതാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ അവൽ കുഴക്കൽ. അപ്പോൾ അവൽ കുഴച്ചപ്പോൾ എനിക്ക് അത് കഴിക്കാൻ തോന്നി. അപ്പോൾ മൂപ്പർക്കുള്ള ചായയും പിന്നെ ഇതുമൂന്ന് കൊടുത്തിട്ട് ഇതും കൂടെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് കണ്ടോ, ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇത് മൂപ്പർക്ക് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഇച്ചിരി അവിലും കണ്ടോ ഈ കുഞ്ഞി പാത്രത്തിൽ കുറച്ച് അവലും എടുത്തു. പിന്നെ ശർക്കര ഉണ്ട്, ചെറിയ മധുരമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അളവ് നല്ല രീതിയിൽ കുറച്ച് തന്നെയാണ്. പിന്നെ 1/2 കപ്പ് ചായയാണ്. നമ്മൾ വൈകുന്നേരത്തെ ചായ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഇത് കഴിച്ച് നമ്മളങ്ങോട്ട് നിർത്തുകയാണ്. ഈ ഒരു സമയം ഒരു 6 മണീൻ്റെ ഉള്ളിലായിട്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് വരണമെന്നുണ്ടെങ്കിൽ 5:30 5:45 ആവും. 5:30 കഴിയും. അപ്പോൾ ആ സമയത്താണ് വന്ന ഉടനെ ചായ കുടിക്കുമല്ലോ. അപ്പോൾ ആ ചായ കുടിക്കുന്ന നേരം ഞാൻ എൻ്റെ ഫുഡ് അങ്ങോട്ട് കഴിച്ച് ക്ലോസ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലാണ് അങ്ങനെ പ്ലാൻ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ആ നേരം കഴിച്ചു കേട്ടോ. അതായതാണ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ ഒരു അവർ കഴിച്ചത് കേട്ടോ. നല്ല ശർക്കരയൊക്കെ ഇട്ട് തേങ്ങ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് കഴിച്ച സംഭവങ്ങളൊക്കെ. നിങ്ങളൊക്കെ എന്തൊക്കെയാണ് കഴിക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കമൻ്റായിട്ട് ഇടുകയാണെങ്കിൽ അടിപൊളിയാവും. പിന്നെ വെയിറ്റിൽ എന്തെങ്കിലും അപ്ഡേഷന് കുറയുന്നുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. ഒരുപാട് പേര് ഞാനുണ്ട് എന്ന് പറഞ്ഞ പേരൊക്കെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വെയിറ്റ് നോക്കാം. 103.7 ആണ്. നമ്മൾ 105.7 8
നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 4 ദിവസം കൊണ്ട് 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റിലുള്ള ഈ ഒരു 3-4 കിലോ കുറയണത് നമ്മൾ വലിയ രീതിയിൽ കണക്കിലെടുക്കേണ്ട. കാരണം ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആഴ്ച എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് എന്നുള്ള വാട്ടർ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറയുന്നതാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ നമ്മൾ കണക്കെടുക്കേണ്ട. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. എന്തായാലും നമുക്ക് അടുത്ത തിങ്കളാഴ്ച ആയിട്ട് വരാം. ബൈ ബൈ.